നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റം നമ്മൾ റെഗുലറായിട്ട് സാധന ചെയ്താൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ്റെ പരാവിദ്യ എന്നുള്ള ഭാഗം, സബ്ജക്റ്റീവ് ഭാഗം, നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ പലപ്പോഴും അവഗണിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പരാവിദ്യ. അതിനാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഉയർച്ച, മനസ്സ് ക്രമേണ പെർഫെക്ഷനിലേക്ക് വരിക. അപ്പോൾ അതായത് സ്വഭാവ രൂപീകരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരേ ഒരു കാര്യം സ്വഭാവ രൂപീകരണമാണ്. ഇഫ് ക്യാരക്ടർ ഇസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നുള്ളൊരു പ്രോവർബുണ്ട്. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ മൂല്യം. നമ്മൾ മോറൽ വാല്യൂസ്, മൂല്യങ്ങൾ എന്ന് പറയും. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തന്നെ. ഒരു സ്വർണത്തിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള സ്വർണത്തിൻ്റെ കണ്ടൻറ്റാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എത്രത്തോളം ഉണ്ട്, മനുഷ്യത്വത്തിനപ്പുറം ഉള്ള ഡിവിനിറ്റി എത്രത്തോളം ഉണ്ട്, സർവ്വചരാചരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സ്നേഹം എത്രത്തോളം ഡെവലപ്പ് ചെയ്തിരുന്നത്, അതാണ് ഒരു മനുഷ്യൻ്റെ മൂല്യം. അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ ജീവിതത്തിലുള്ള എനർജി റെഗുലേഷൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രാണായാമം എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ശരീരത്തിലെ രോഗങ്ങൾ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് അപൂർവമായിട്ട് സിദ്ധികൾ ഉണ്ടാക്കുക, ഈ രീതിയിലാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ത് നമുക്ക് ഉണ്ടായാലും എന്ത് ലഭിച്ചാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ലഭിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം
അത് നമ്മുടേതല്ല, ഞാനല്ല അത്. നേരെ പറഞ്ഞ് ഞാൻ എന്താണ് ആയിത്തീർന്നത്, അതാണ് പ്രധാനം. വാട്ട് ഐ ആം നൗ, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ തലത്തിൽ എൻ്റെ ഈ ഒരു സ്റ്റേറ്റിനെ ഞാൻ കൂടുതൽ 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 മാനിഫെസ്റ്റ് ചെയ്യുക, പ്രകടമാക്കുക. അപ്പോൾ നമ്മൾ ആ സ്റ്റേജ് മറികടക്കാൻ ഉള്ള കഴിവുണ്ടാകുന്നു. എന്തായി തീർന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ക്യാരക്ടർ എന്താണ്. അപ്പോൾ പ്രാണായാമം നമ്മുടെ ശരീരത്തിൽ എനർജി ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ റെഗുലേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ശരീരത്തിലേക്ക് ഇൻപുട്സ് തരുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ എനർജി ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് പലരെയും ഫോഴ്സ്ഫുള്ളായിട്ട് ഇന്ദ്രിയ റെഗുലേഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളിലേക്കുള്ള ഫ്ലോ, അതായത് താഴേക്കുള്ള ഫ്ലോനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഉയർത്തുക. അപ്പോൾ നമ്മുടെ ഓജസ് ഉയരും. ആ ഓജസ് നമ്മളെ സ്പിരിച്വൽ യാത്രയിൽ സഹായിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷേ പാരലായിട്ട് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വന്നില്ലെങ്കിൽ ഈ ഓജസ് തന്നെ നമ്മളെ തകർക്കുകയും ചെയ്യും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ റെഗുലേറ്റ് ചെയ്യുക? എനിക്ക് നല്ല കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല കാര്യങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സെക്ഷൽ ഇമ്പൾസസിനെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ നാവിനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എൻ്റെ പ്രവണത അങ്ങനെയാണ്, എൻ്റെ ടെൻഡൻസീസ് അങ്ങനെയാണ്. അപ്പോൾ ഈ ടെൻഡൻസീസിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്, യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളിൽ വർക്ക് ചെയ്യുന്നത് മനസ്സാണ്. മനസ്സ് എത്രത്തോളം പ്യൂരിഫൈഡ് ആയിട്ടുള്ള തലത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത്രത്തോളം ഇന്ദ്രിയങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. മനസ്സ് പ്യുവറാണ്, മനസ്സൊരു പവറാണ്, ശക്തിയാണ്. അതിനെ ഒരിക്കലും ഇംപ്യൂർ ആക്കാൻ പറ്റില്ല. എനർജി, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പോലെ. പക്ഷേ ആ പവർ ഫ്ലോ ചെയ്യുന്ന ചാനൽസ്, അതാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുള്ളത്. മനസ്സ് ഫ്ലോ ചെയ്യുന്നത് ആ ഒറിജിനൽ സ്രോതസ്സാണ്, അവിടെ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത്. ഫസ്റ്റ് മൈൻഡ് എന്ന് പറയും, ഫസ്റ്റ് തോട്ട്. ഗോഡും വേർഡും ഒന്നായിരുന്നു എന്നെല്ലാം ബൈബിളിൽ പറയുന്നു. ശബ്ദ അവിടെ നിന്നും ഡിസെൻഡ് ചെയ്തിട്ട്, ഈഗോയിലൂടെ ഡിസെൻഡ് ചെയ്തിട്ട് അത് ക്ഷേത്രത്തിലൂടെ പാസ് ചെയ്യും, ഫീൽഡിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഡിസ്റ്റർബൻസസ് വരുന്നു, വൈബ്രേഷൻസ് വരുന്നു. അവിടേക്കൊക്കെ ഇത് ഡൈവേർട്ടഡാണ്, മൾട്ടിപ്പിൾ ചാനൽസിലേക്ക് ഡൈവേർട്ടഡ് ആവാണ്. ഒരു മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ. മൊബൈലിൻ്റെ ഉദ്ദേശം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു, ഫോൺ വിളിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെ എന്തൊക്കെയായി. കമ്മ്യൂണിക്കേഷൻ അല്ല ഇപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം. നമുക്ക് പല രീതിയിൽ അതിനെ ദുരുപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതും നമ്മുടെ ഈ മനസ്സിൻ്റെ പ്രവൃത്തി തമ്മിൽ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം. നമ്മുടെ ഈ പാതയുടെ ക്ലീനിങ്. നമ്മൾ ശരീരം വൃത്തിയാക്കുന്നു, കണ്ണ് വൃത്തിയാക്കുന്നു, എല്ലാം സോപ്പിട്ട് വൃത്തിയാക്കുന്നു, ഇന്ദ്രിയങ്ങളെ നമ്മൾ ചെവി ക്ലീനാക്കുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമോ, നല്ല കാര്യങ്ങൾ കാണുമോ? ഒരു കള്ളന് തിമിര ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ നല്ല കാഴ്ചകളാണോ കാണുന്നത്? ഇപ്പോൾ ചെവി കേൾക്കാത്ത ഒരാൾക്ക് ചെവി കേൾക്കാൻ തുടങ്ങി അയാൾ പിന്നെ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ. അങ്ങനെ മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് ഉടനെ തന്നെ പഴയ പ്രവണതകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണം ഉള്ളിലാണ്, മനസ്സിൻ്റെ പ്രവർത്തനത്തിലാണ് നമ്മൾ ശുദ്ധീകരണം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെങ്ങനെയാണ് ചെയ്യുക? അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ടുള്ള ഇൻഡിവിജ്വൽ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ആ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ് കണ്ണുകൾ അടച്ചിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സ്ഥൂലതകളും മാലിന്യങ്ങളും ശരീരത്തിൻ്റെ പുറകിലൂടെ, തലയുടെ മുകൾ വശം തൊട്ട് നട്ടെല്ലിൻ്റെ താഴ്വശം വരെയുള്ള ഭാഗം വരെയുള്ള ഏരിയ ശ്രദ്ധിക്കുക. അതിലൂടെ പുറത്തേക്ക് പുകയുടെ രൂപത്തിൽ പോകുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, ഇച്ഛാശക്തി ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഹൃദയത്തിലൊരു ഭാരക്കുറവ്, ലാഘവത്വം അനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനുശേഷം ഡിവൈൻ ഫ്ലോ, നമ്മളിലേക്ക് വരുന്ന ഡിവൈൻ ഫ്ലോ ഹൃദയത്തിൽ നിറയുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുന്നതായും
ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതായും നമ്മൾ സങ്കല്പിക്കുകയാണ്. അവിടെ ശ്രദ്ധ നമ്മുടെ അവിടെയാണ്. പുറകിലൂടെ പോകുന്ന മാലിന്യങ്ങളെ പറ്റിയിട്ടോ സ്ഥൂലതകളെ പറ്റിയോ സങ്കീർണതകളെ പറ്റി നമ്മൾ ചിന്തിക്കുക, അത് പോവുകയാണ്, നമ്മൾ നോക്കുന്നില്ല. അത് നമ്മുടെ ഭൂതകാലം, നമ്മളുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ക്ലിയർ ആക്കുകയാണ്. നമ്മൾ നിറയുന്ന ഡിവൈൻ ഗ്രേസ്, നമ്മൾ വരുന്ന പ്യൂരിറ്റി, ഇത് നമ്മൾ സങ്കല്പിച്ച് ശരീരം പ്യൂരിഫൈഡായി, ശരീരം ഒരു ഡിവൈനായിട്ടുള്ള ക്ഷേത്രമായി എന്നുള്ള തിരിച്ചറിവിൽ പതുക്കെ കണ്ണു തുറക്കുക. ഇതാണ് ഇൻഡിവിജ്വൽ ക്ലീനിങ് വൈകുന്നേരം ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. ഇത് കൂടാണ്ട് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ലീനിങ് കൂടിയുണ്ട്. ഒരു ക്ലീനിങ് ഉണ്ട്, ഒരു മെഡിറ്റേഷനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് സെക്ഷുവലായിട്ടുള്ള ഇമ്പൾസസാണ്. സെലിബസിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ബ്രഹ്മചര്യം എല്ലാ മതങ്ങളിലും ഉണ്ട്. ഈ ഒരു കാര്യത്തിന് വളരെയധികം കണിശമായിട്ടുള്ള ഡയറക്ഷൻസ് ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? സഹജമാർഗത്തിലെ ബാബുജി മഹാരാജ് പറയുന്നത്, പ്രകൃതിയുടെ ഉത്തരവാദിത്തമാണ് പ്രോക്രിയേഷനെ സഹായിക്കുക. കാരണം പ്രോക്രിയേഷൻ ഇല്ലെങ്കിൽ ഇവിടെ ചരാചരങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് വരണം, ഇവിടെ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം. അതിന് പ്രോക്രിയേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മളെ പുള്ളിയും പ്രകൃതി താഴേക്ക്. അപ്പോൾ ആ പുള്ളിനെ അതിജീവിക്കാൻ എന്നത് മോശമായിട്ടല്ല, അതിന് വേണ്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. പ്രോക്രിയേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വെറും പ്ലഷറിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ പ്രോക്രിയേഷന് ഉപയോഗിക്കുക. പിന്നെ അത് ചെയ്യുമ്പോൾ ത്യാഗബോധത്തോട് കൂടിയിട്ട് നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ത്യാഗം ജീവിതത്തിൻ്റെ ആധാരമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ത്യാഗബോധം വേണമെന്ന് സദാജി എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് സ്നേഹം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് വിവാഹശേഷമാണത് പാടുള്ളൂ എന്ന് പറയുന്നത്. ഇതിനൊരു സ്പിരിച്വലായിട്ടൊരു ആംഗിൾ ഉണ്ട്. കാരണം ഭൂമിയിലേക്ക് വരുന്ന ഒരു സോള് അത് ഈ തരത്തിൽ കാർണൽ തലത്തിലേക്ക് വീഴാൻ പാടില്ല. ഒരു ഉയർന്ന ചിന്താഗതിയിൽ വേണം ഇവിടെ വന്ന് ജനിക്കാനായിട്ട്. എങ്ങനെയാണോ പേരൻസിൻ്റെ തമ്മിലുള്ള റിലേഷൻ, അതുപോലെ ആയിരിക്കും കുട്ടിയുടെ സ്വഭാവവും. അപ്പോൾ ഈ തരത്തിലുള്ള ടെൻഡൻസീസ് വെറും ശാരീരിക തലത്തിൽ നിന്നും മാനസികമായിട്ടുള്ള തലത്തിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു കാര്യമായിട്ട് മാറ്റാൻ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. സഹജമാർഗത്തിൻ്റെ മാസ്റ്ററായിട്ട് ബാബുജി മഹാരാജ് ബി പോയിൻ്റ് എന്നുള്ളൊരു പോയിൻ്റ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യാം. ബി പോയിൻ്റ്, എ പോയിൻ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ബി പോയിൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇടത്തെ നിപ്പിളിൽ നിന്ന് 2 വിരൽ ഇങ്ങോട്ട് വലത്തോട്ട് മെഷർ ചെയ്യുക. അവിടെ നിന്നും 3 വിരൽ താഴേക്ക് മെഷർ ചെയ്യുക. അതാണ് എ പോയിൻ്റ്. ആ എ പോയിൻറ്റിന് 2 വിരൽ താഴേക്ക്, അതാണ് ബി പോയിൻ്റ്. ഇതാണ് ഒരു വഴി മെഷർ ചെയ്യാൻ. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ സ്റ്റേണം. നമ്മുടെ സ്റ്റേണം എടുക്കുക, അവിടുന്ന് ഒരു വിരൽ താഴേക്ക് എടുക്കുക. സ്റ്റേണം നെഞ്ചിൻ്റെ നടുഭാഗം, അവിടെ ഒരു വിരൽ താഴേക്ക് എടുക്കുക. അവിടുന്ന് 4 വിരൽ നമ്മൾ വലത്തോട്ട് മെഷർ ചെയ്യുന്നു. ഇത് ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിക്ചർ ഇവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വലത്തോട്ട് മെഷർ ചെയ്യുമ്പോൾ അത് എ പോയിൻ്റ് ആവും. പിന്നെ അവിടെ നിന്ന് 2 വിരൽ താഴെ ബി പോയിൻ്റേക്ക്. ഈ ബി പോയിൻ്റ് അവിടെ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്നും എല്ലാ മാലിന്യങ്ങളും പുകയുടെ രൂപത്തിൽ പോകുന്നു എന്ന സങ്കല്പത്തിൽ ഇരിക്കുക, ശുദ്ധീകരിക്കണം. അങ്ങനെ ശുദ്ധീകരണം നടന്നതിന് ശേഷം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ പ്രകാശം ഹൃദയത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഒരു വിളക്ക് തുടയ്ക്കുമ്പോൾ, ലാൻറ്റേൺ തുടയ്ക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം വർദ്ധിച്ച് വരുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് തൊട്ട് മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യം. അതിനുശേഷം ധ്യാനത്തിലേക്ക് പോവുക. ഇത് നമ്മുടെ അർജസ്നെ, സെക്ഷുവൽ അർജസ്നെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതൊരു പവിത്രമായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഈ കാലത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റിലേഷൻസ്, അതിൻ്റെ ഒരു സ്പിരിച്വൽ ആംഗിൾ മനസ്സിലാക്കേണ്ട സമയമാണ് ചെറുപ്പക്കാരെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ധ്യാനം വളരെയധികം, ഈ ഒരു ക്ലീനിങ് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ടെൻഡൻസീസ് വെറും താഴേക്ക് ഇന്ദ്രിയ തലത്തിലേക്ക് വീഴില്ല.
ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ട് ഇമ്പൾസാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സെക്ഷൽ ഇമ്പൾസ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ബി പോയിന്റിലുള്ള ഈ ശുദ്ധീകരണം നമ്മളെ ഈ തരത്തിലുള്ള ടെൻഡൻസീസിൽ നിന്ന് ഉയർത്താൻ വളരെയധികം സഹായിക്കുന്നു ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെഷൻ ഇതിൽ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വഴിയിലൂടെ ഇൻട്രൊഡക്റ്റീവ് സിറ്റിങ്സ് എടുക്കണം. എല്ലാവരും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.